നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി തുടങ്ങി എംപിമാരുടെ വലിയ നിര കണ്ടു തുടങ്ങിയ ആ ശക്തമായ പോരാട്ടം ഇന്ന് ബീഹാറിൽ വോട്ടധികാർ റാലി ഏറ്റവും മികച്ച രീതിയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി അതിശക്തമായി തന്നെ പോരാട്ടത്തിലേക്ക് കടക്കുമ്പോൾ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള വയനാട് MP കൂടിയായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിക്ക് അറിയാം, രാഹുൽ ഗാന്ധി എന്ന നേതാവിനെ ഏത് വിധേനയും കൊടുക്കാനും ഇല്ലാതാക്കാനും വലിയ കളികൾ സംഘപരിവാർ ശക്തി ആലോചിച്ചു വെച്ചിരിക്കുകയാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പരമാവധി ഹിന്ദി ഹൃദയഭൂമിയിൽ തന്നെ BJPക്കും സംഘപരിവാറിനും ആഘാതം കൊടുക്കുന്ന വിധത്തിലേക്ക് ഒരേ സ്വഭാവമുള്ളവരെ പരമാവധി പ്രതിപക്ഷത്തുള്ള നേതാക്കളെ ഐക്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ഉത്തരവാദിത്തം പ്രിയങ്ക കൂടി ഏറ്റെടുത്തിരിക്കുകയാണ്. നമുക്കറിയാം, AICCയുടെ ജനറൽ സെക്രട്ടറിയായി UPയുടെ ചുമതലയുള്ള സ്ഥാനത്തേക്കാണ് ആദ്യം പ്രിയങ്ക ഗാന്ധി എത്തിയത്. ആ കാലഘട്ടത്തിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതായത് 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കാര്യമായി ഒന്നും നേടാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസ് സമാജ്വാദി പാർട്ടിയുമായിട്ടായിരുന്നില്ല സഖ്യം, അതിൻ്റെ എല്ലാ തിക്തഫലവും കോൺഗ്രസ് അനുഭവിച്ചു. എന്നാൽ ലോക്സഭയിൽ ആ തെറ്റ് തിരുത്തി സമാജ്വാദി പാർട്ടിയോടൊപ്പം ചേർന്ന് തോളോട് തോൾ ചേർന്ന് മത്സരിച്ചപ്പോൾ 43 സീറ്റുകളാണ് പ്രതിപക്ഷ പാർട്ടിക്ക് ഇന്ത്യ മുന്നണിക്ക് കിട്ടിയത്. NDA 33 സീറ്റിലേക്ക് ഒതുങ്ങുന്ന ഒരു കാഴ്ചയെ നമ്മൾ കണ്ടു. BJPയുടെ സീറ്റ് നില പകുതിയിലേറെ കുറയുന്ന സാഹചര്യമുണ്ടായി. അവിടെ BJPയുടെ ഒരു യുവമുഖമായിരുന്ന ഫിറോസ് വരുൺ ഗാന്ധി കഴിഞ്ഞ തവണ BJP ടിക്കറ്റിൽ മത്സരിച്ചില്ല. BJP പടിക്ക് പുറത്താക്കിയ രീതിയിലേക്കാണ്. മേനകാ ഗാന്ധി സുൽത്താൻപൂറിൽ പരാജയപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഫിറോസ് വരുൺ ഗാന്ധിയെ സമാജ്വാദി ടിക്കറ്റിൽ മത്സരിപ്പിക്കാനുള്ള ധാരണയിലേക്കാണ് അഖിലേഷ് യാദവ് നിൽക്കുന്നത്. രാജ്യസഭയിൽ ഇനി ഒഴിവ് വരുന്ന സീറ്റിലേക്ക് സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥിയായി നിർത്താനുള്ള നീക്കുപോക്കുകൾ ആരംഭിച്ചിരിക്കുന്നു. സമാജ്വാദി പാർട്ടി നമുക്കറിയാം ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. പ്രിയങ്ക മുൻകൈയെടുത്താണ് കൃത്യമായി ഫിറോസ് വരുൺ ഗാന്ധിയെ ഇന്ത്യ മുന്നണിക്കൊപ്പം കൂട്ടാൻ ശ്രമിക്കുന്നത്. ഒന്നുകിൽ കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടിയിലേക്ക്, ഇവ രണ്ടിലേതെങ്കിലും ഒന്നിൽ കൃത്യമായി എത്താൻ ഫിറോസ് വരുൺ ഗാന്ധി ശ്രമിക്കുകയാണ്. BJPയുമായുള്ള ബാന്ധവം എല്ലാ തരത്തിലും അവസാനിപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, കർഷക സമരം നടക്കുന്ന സമയത്ത് വിവാദ കർഷക നിയമങ്ങൾ നടപ്പിലാക്കി മോദി ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുത്തപ്പോൾ അതിനെ നഖശിഖാന്തം എതിർത്തുകൊണ്ട് അന്ന് ഫിറോസ് വരുൺ ഗാന്ധി MP കൂടിയായിരുന്നു എന്ന് ഓർക്കണം. BJPയുടെ കൊള്ളരുതായ്മകളെ നഖശിഖാന്തം പാർലമെന്റിൽ പോലും എതിർക്കുന്ന സ്വഭാവം BJP നേതാക്കളെ അത്ഭുതപ്പെടുത്തിയിരുന്നു. താനാണ് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യനെന്ന് വരെ പൊതുവേദികളിൽ വെച്ച് ഫിറോസ് വരുൺ ഗാന്ധി പറഞ്ഞതും വലിയ തോതിൽ BJPയുടെയും സംഘപരിവാറിൻ്റെയും അജണ്ടകളെ പൊളിച്ചെടുക്കുന്ന നടപടിക്രമങ്ങൾ എടുത്തതും അത് പ്രതിപക്ഷത്തിനായിരുന്നു മുതൽക്കൂട്ടായി മാറിയിരുന്നത്. വരുൺ ഗാന്ധി ഒപ്പം കൂട്ടുക എന്നുള്ളതാണ് പ്രിയങ്കയുടെ ഏറ്റവും വലിയ ദൗത്യം. തൻ്റെ സഹോദരനായിട്ടുള്ള വരുൺ ഗാന്ധിയെ ഒപ്പം നിർത്തിയാൽ കൂടുതൽ ശക്തമായി പ്രതിപക്ഷത്തിന് ധൈര്യപൂർവ്വം ആഞ്ഞടിക്കാം എന്നത് തന്നെയാണ് കണക്കൂട്ടൽ.